Good morning, my dear children. Welcome to our English class. Do you remember our last class? In that class, we studied a story. Do you remember its name? Yes, the rightful inheritors of the earth. We studied first part of that story. In that part, we studied about author's plot. Do you remember? There were many trespassers. Who were they? Yes, birds, butterflies, crows, hawks, fox, mongoose, cobra, rats, etc. Did you write author's plot in your notebook? നിങ്ങളെല്ലാവരും എഴുതിയോ? പഠിച്ചോ? പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Let us move on to our story. All of you take page number 82. പേജ് നമ്പർ 82. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഥറിൻ്റെ പ്ലോട്ടാണ് കണ്ടത്. അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ആ സ്റ്റോറിയുടെ. നമുക്ക് നോക്കാം. ടേക്ക് പേജ് നമ്പർ 82. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. My wife said, the jackfruit has ripened. The squirrels and crows are feasting on it. The guavas and mangoes, birds and bats are eating up everything. At that time, author's wife entered there. She said, jackfruit has ripened. Jackfruit, ചക്കയൊക്കെ പഴുത്തുകൊണ്ടിരിക്കുന്നു. Squirrels and crows are feasting on it. Squirrels and crows are feasting on it. Feasting, വിരുന്ന്. ഇതെന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത്? സ്ക്യുരൽസും ക്രോസും ഒക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ് ഓഥറിൻ്റെ പ്ലോട്ടിൽ ഒരുപാട് ട്രീസൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലേ? അതിലെന്താണ് ജാക്ക് ഫ്രൂട്ട് ട്രീയിൽ ജാക്ക് ഫ്രൂട്ട് പഴുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്ക്യുരൽസും ക്രോസും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഗുവാസ് ആൻഡ് മാംഗോസ്, ഗുവയും മാംഗോസും അതൊക്കെ പഴുത്തുകൊണ്ടിരിക്കുകയാണ്. ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ആർ ഈറ്റിംഗ് അപ്പ് എവ്രിതിങ്. ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ആർ ഈറ്റിംഗ് അപ്പ് എവ്രിതിങ്. ബേർഡ്സൊക്കെ അതിൻ്റെ പ്ലോട്ടിലെ എല്ലാ ഫ്രൂട്ട്സുകളും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വൈഫ് കംപ്ലൈൻറ്റ് പറയണം. ബട്ട് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്, ഐ റിപ്ലൈഡ്. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് വെറൈറ്റി ഓഫ് തിങ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഫ്രൂട്ട്, എഡിബിൾ റൂട്ട്സ്, ഗ്രാസ്, ഗ്രെയിൻ, ഫ്ലവേഴ്സ്, വാട്ടർ, എയർ, warmth and light. Now, while we are the owners of this land, without a doubt, the birds, beasts, reptiles, and insects too have a right to these things, just as we have. That's the beauty of it, I replied. Author replied that the fruits are ripened, the birds are eating up, that is the beauty of it. പഴങ്ങളൊക്കെ പഴുക്കുന്നു, ബേർഡ്സൊക്കെ അത് കഴിക്കുന്നു, അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് ഓഥർ പറഞ്ഞു. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് വെറൈറ്റി ഓഫ് തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്. നമുക്കറിയാം ഗോഡ്സ് കുറേ കാര്യങ്ങൾ ഈ യൂണിവേഴ്സിൽ സൃഷ്ടിച്ചിട്ടുണ്ടല്ലേ, ഈ ലോകത്ത്. അത് ഓഥർ പറയാണ്, ഗോഡ്സ് ഹാസ് ക്രിയേറ്റഡ് വെറൈറ്റി ഓഫ് തിങ് ഇൻ ദിസ് യൂണിവേഴ്സ്. അത് ഏതൊക്കെയാണ്? ഫ്രൂട്ട്സ്, എഡിബിൾ റൂട്ട്സ്. എഡിബിൾ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? തിന്നാവുന്ന വേരുകൾ. നമുക്കറിയാം കുറേ ഭൂമിയുടെ അടിയിലുണ്ടാവുന്ന അതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതാണ് എഡിബിൾ റൂട്ട്സ്. ഗ്രാസ്, ഗ്രെയിൻ, ധാന്യങ്ങൾ. ഫ്ലവേഴ്സ്, വാട്ടർ, എയർ, വാംത്ത്, ചൂട്, ആൻഡ് ലൈറ്റ്. God created many things in this universe. They are fruit, edible root, grass, grain, flowers, water, air, and warmth. Now, while we are the owners of land, we think we are the owners of this land. നമ്മൾ എന്താ വിചാരിക്കുന്നത്? We are the owners. നമ്മളാണ് ഈ ഭൂമിയുടെ അവകാശികൾ എന്ന്. Without a doubt, birds, beasts, reptiles, and insects too have the right to these things, just as we have. The author said that all the creatures like birds, beasts, reptiles, and insects too have the right to these things. All are equal important in this earth. എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. All have equal right to
ദ തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്. എല്ലാവർക്കും ഈ യൂണിവേഴ്സിലെ എല്ലാറ്റിനും എന്താണ് ഈക്വൽ റൈറ്റ് ആണ്, അവകാശമാണ്, എല്ലാവർക്കും അവകാശമുണ്ട് എന്നാണ് ഓദർ പറയുന്നത്. God had made them for all creatures and we had better remember that occasionally. God had made them for all creatures. ദൈവം ആർക്ക് വേണ്ടിയിട്ടാണ്? ക്രിയേറ്റഡ് ദം ഫോർ ഓൾ ക്രീച്ചേഴ്സ്, എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ് ദൈവം ഇത് സൃഷ്ടിച്ചത്. വി ഹാഡ് ബെറ്റർ റിമെമ്പർ ദാറ്റ് ഒക്കേഷണലി, നമ്മളത് വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കണം, ഓർമ്മിക്കണം എന്നാണ് ഓദർ പറയുന്നത്. ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ്. ഓൾ ആർ ഈക്വൽ ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് എർത്ത്, എല്ലാവരും ഈക്വലാണ്, എല്ലാവർക്കും തുല്യ പ്രാധാന്യമുണ്ട്, എല്ലാവർക്കും തുല്യ അവകാശമുണ്ട്. ഓൾ ആർ ഈക്വൽ റൈറ്റ്, എല്ലാവർക്കും തുല്യ അവകാശവും ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? ഓദർ പറയുന്നത്. ആർ യു സെയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ് ആസ് വെൽ? മൈ വൈഫ് ആസ്ക്ഡ്. അറ്റ് ദാറ്റ് ടൈം ഹിസ് വൈഫ് ആസ്ക്ഡ്, ആർ യു സെയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ് ആസ് വെൽ? റാറ്റിനും എലികൾക്കും അവകാശമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദേ ഡോണ്ട് സീം ടു തിങ്ക് വി ഹ്യൂമൻ ഹാവ് എനി. ദേ ഗോ അബൌട്ട് ആസ് ദോ ദ എർത്ത് ബിലോങ് ടു ദം, ഷീ സെഡ്. ദേ ഡോണ്ട് സീം ടു തിങ്ക് വി ഹ്യൂമൻ ഹാവ് എനി. ദേ ഡോണ്ട് തിങ്ക് അബൌട്ട് വി ഹ്യൂമൻ ബീയിങ്സ്, നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെ മനുഷ്യരെ പറ്റിയിട്ട് അവർ ചിന്തിക്കണേ ഇല്ല. ദേ ഗോ അബൌട്ട് ആസ് ദോ ദ എർത്ത് ബിലോങ് ടു ദം. ദേ തിങ്ക് ദാറ്റ് എർത്ത് ബിലോങ്സ് ടു ദം. എർത്ത്, ഈ ഭൂമി അവരുടെ സ്വന്തമാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? ഓദറിൻ്റെ വൈഫ് പറഞ്ഞു. സോ വി ഗോ അറൗണ്ട് കില്ലിങ് ദം. ഹൗ സാഡ് ദാറ്റ് വി കിൽ റാറ്റ്സ് to let our own life undisturbed. What we need a new scientific way of living, a new way that help us to live without killing any living creatures. So we go around killing them. എന്നാൽ നമുക്കതിനെ പോയി കൊല്ലാം എന്ന് പറഞ്ഞു. How sad we kill rats to let our own life undisturbed. ഹൗ സാഡ് ഇറ്റ് വാസ്, ഹൗ സാഡ് ഇറ്റ് വാസ്. എങ്ങനെയാണ് ഈ എലികളൊക്കെ കൊല്ലുന്നത്? ഹൗ സാഡ്, വളരെ വിഷമാണ്. എങ്ങനെ കൊല്ലുന്നത്? ലെറ്റ് അവർ ഓൺ ലൈഫ് അൺഡിസ്റ്റർബ്ഡ്, നമ്മുടെ ലൈഫ് അൺഡിസ്റ്റർബ് ചെയ്യാത്ത എലികളെ കൊല്ലുന്നത് എന്താണ്? ഇറ്റ് ഈസ് വെരി സാഡ്, വളരെ ദുഃഖകരമാണ് എന്നാണ് ഓദർ പറയുന്നത്. വാട്ട് വി നീഡ് എ ന്യൂ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്. വി നീഡ് എ ന്യൂ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്. നമുക്ക് എന്ത് വേണം? പുതിയൊരു ജീവിത രീതി കണ്ടെത്തണം. വാട്ട് ഈസ് എ ന്യൂ സയൻറ്റിഫിക് വേ? എ ന്യൂ വേ ദാറ്റ് ഹെൽപ്പ് us to live without killing any creature. എ ന്യൂ വേ ഈസ് ദാറ്റ് ലിവ് വിത്തൗട്ട് കില്ലിങ് എനി ക്രീച്ചർ. ഒരു ജീവജാലങ്ങളെയും കൊല്ലാതെ ജീവിക്കുന്ന ഒരു രീതിയാണ് ന്യൂ സയൻറ്റിഫിക് വേ എന്ന് പറഞ്ഞുകൊണ്ട് ഓദർ ഉദ്ദേശിക്കുന്നത്. ആരെയും കൊല്ലാതെ ജീവിക്കുക, എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരോടും സ്നേഹമായിട്ട് മാത്രം ജീവിക്കുക, ആരെയും കൊല്ലാതെ ജീവിക്കുക. അതാണ് ന്യൂ സയൻറ്റിഫിക് വേ. എനിവേ I had no taste for killing rats or anything else. I had no taste. I did not like to kill for any rats or any creatures. എനിക്ക് ആരെയും കൊല്ലുന്നത് ഇഷ്ടമല്ല. I had no taste for killing any creatures. എനിക്ക് ഒരു ജീവജാലങ്ങളെയും കൊല്ലുന്നത് ഇഷ്ടമല്ല. While that was so, however, I had to do something soon about our coconut. We needed them. While that was so, however, I had to do something soon about our coconut. I had to do something on our coconut. എനിക്ക് എൻ്റെ കോക്കനട്ടുമേ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. We needed them. എനിക്ക് അത് ആവശ്യമുണ്ട്. എനിക്കത് ആവശ്യമുള്ള കാരണം എനിക്ക് ആരെയും കൊല്ലാതെ ജീവിക്കണം എന്നാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എനിക്ക് എൻ്റെ കോക്കനട്ടിന്മേ എന്തെങ്കിലും വേഗം ചെയ്യണം. They formed a part of our daily food, but what could I do? I wondered. They formed part of our daily food. He need coconut. The coconut formed a part of our daily food. കോക്കനട്ട് ആണ് നമ്മുടെ ഡെയിലി ഫുഡിൻ്റെ പാർട്ട്. കാരണം എന്താണ്? ഫസ്റ്റിൽ പറഞ്ഞു അല്ലേ, ഓദർ വെരി ഹാപ്പിയാണ് ഇൻക്രീസിങ് ദ പ്രൈസ് ഓഫ് കോക്കനട്ട്. കോക്കനട്ടിൻ്റെ വില ഉയരുമ്പോൾ വളരെ ഹാപ്പിയാന്ന് പറഞ്ഞു. അപ്പോൾ കോക്കനട്ടൊക്കെ ഡിസ്ട്രോയ് ചെയ്യാണ്. അപ്പോൾ ഹി വാസ് വെരി സാഡ്. ഹി ഡിസൈഡഡ് ദാറ്റ് ഹി ഹാഡ് ടു ഡു സംതിങ് ടു സേവ് ഹിസ് കോക്കനട്ട്. എന്തെങ്കിലും ചെയ്യണം അവൻ്റെ കോക്കനട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ദേ ഫോംഡ് പാർട്ട് ഓഫ് അവർ ഡെയിലി
ഡെയിലി ഫുഡ്. നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു കാര്യമാണ്, ജീവിതമാർഗ്ഗമാണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. ബട്ട് വാട്ട് കുഡ് ഐ ഡു, ഹി വണ്ടേർഡ്. എന്ത് ചെയ്യുമെന്ന് അത്ഭുതപ്പെട്ട് ഇരിക്കുകയാണ്. While I was still wondering, my wife decided to take things into her own hand. One day, she went shopping for 2 hours and bought many things. While I was still wondering, the other was still wondering, his wife decided to take things to her own hand. She decided to do something. While other was wondering, his wife decided to do something. അവരുടെ ഭാര്യ എന്തെങ്കിലും ചെയ്യാനായിട്ട് മുതിർന്നു. She went shopping for 2 hours. She went shopping. ഒരു ദിവസം എന്ത് പോയി? ഷോപ്പിങ്ങിന് പോയി. She bought many things. One was a large tin of rat poison. The poison was mixed with bananas, rice, tapioca, and left everywhere in the compound. In 4 days, the 5 hens, 12 squirrels, 200 rats, and a cat disappeared. One was a large tin of rat poison. എന്തൊക്കെയാണ് മേടിച്ചത്? എ ലാർജ് ടിൻ ഓഫ് റാറ്റ് പോയ്സൺ. എന്ത് ചെയ്തു? ദ പോയ്സൺ വാസ് മിക്സഡ് വിത്ത് ബനാന, റൈസ് ആൻഡ് ടാപ്പിയോക്ക, ലെഫ്റ്റ് എവ്രിവെയർ ഇൻ ദ കോമ്പൗണ്ട്. റാറ്റ് പോയ്സൺ മിക്സ് ചെയ്തു എന്തിലെ? ബനാനയിലും റൈസിലും ടാപ്പിയോക്ക, കപ്പ എന്നൊക്കെ പറയില്ലേ, അതിലൊക്കെ മിക്സ് ചെയ്തിട്ട് ലെഫ്റ്റ് എവ്രിവെയർ ഇൻ ദ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിൽ പല സ്ഥലത്തും വെച്ചു. ഇൻ 4 days, 5 hens, 12 squirrels, 200 rats, and a cat disappeared. 4 days കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? കുറേ ജീവജാലങ്ങൾ അപ്രത്യക്ഷമായി. ഹു ആർ ദേ? 5 hens, 12 squirrel, 200 rats. ഇതൊക്കെ എന്താണ്? ചത്തുപോയി റാറ്റ് പോയ്സൺ കഴിച്ചിട്ട്. അതാണ് ഓദറിൻ്റെ വൈഫ് ചെയ്തത്. ബട്ട് ദ ടെൻഡർ കോക്കനട്ട് went on falling. Everyone now accused the owls. They pecked at the tender coconut. But the tender coconut went on falling. At that time, tender coconut എന്ന് പറഞ്ഞാൽ എന്താ? ഇളനീരിങ്ങനെ വീണുകൊണ്ടിരുന്നു. Everyone now accused the owls. Accused, കുറ്റപ്പെടുത്തിയത് ആരാണ്? ഔൾസിനെയാണ് കുറ്റപ്പെടുത്തിയത്. ദേ പെക്ക് അറ്റ് ദ ടെൻഡർ കോക്കനട്ട്. അവരാണ് ഈ ഇളനീരിനെ അങ്ങനെ കൊത്തി കുടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എന്ത് ചെയ്തു? മൂങ്ങകളേനെ കുറ്റപ്പെടുത്തി. കാരണം ഇത്രയും ജീവജാലങ്ങൾ, റാറ്റ്സൊക്കെ അപ്രത്യക്ഷമായിട്ട് എന്താണ്? കോക്കനട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ടെൻഡർ കോക്കനട്ട്, ഇളനീരുകൾ. എ ഫ്യൂ മന്ത്സ് ലേറ്റർ, ഹൗവർ, ദ റിയൽ കൾപ്രിറ്റ്സ് were found out. The bats. A few months later, the real culprits were found. Culprit, കുറ്റവാളി, യഥാർത്ഥ കുറ്റവാളികളെ പിടിച്ചു. ഇറ്റ് വാസ് ബാറ്റ്സ്. എന്തായിരുന്നു? ബാറ്റ്സ് വവ്വാലുകളായിരുന്നു. After dusk, huge bats came in swarms and flew straight to the palms where the tender coconut hung, clinging to the outer covering of the coconut. They gnawed into them from the softest side at the top. When they had cut through the kernel within, they sucked out the sweet, nourishing water stored inside and flew away satisfied. ബാറ്റ്സ് എന്താ ചെയ്യുന്നത്? ആഫ്റ്റർ ഡസ്ക് സന്ധ്യാസമയം. ആഫ്റ്റർ ഡസ്ക് സന്ധ്യാസമയത്തിന് ശേഷം ഹ്യൂജ് ബാറ്റ്സ് കെയിം ഇൻ സ്വാം ആൻഡ് ഫ്ലൂ സ്ട്രേറ്റ് ടു ദ പാംസ്. ഹ്യൂജ് ബാറ്റ്സ് കെയിം ഇൻ സ്വാം എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് വന്നിട്ട് ഫ്ലൂ സ്ട്രേറ്റ് ടു ദ പാംസ്. ആ കോക്കനട്ടിൻ്റെ ഇലയുടെ മുകളിൽ, ഇലയുടെ കൂടെ വേർ ദ ടെൻഡർ കോക്കനട്ട് ഹങ്, ഇലയുടെ ഇടയിൽ കൂടെ പോയിട്ട് എന്ത് ചെയ്യും? ആ ടെൻഡർ കോക്കനട്ട്, ഇളനീര് ഹങ് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്ന, അതിൻ്റെ മുകളിലേക്ക് പോവും. ക്ലിങ്ങിങ് ടു ദ ഔട്ടർ കവറിങ് ഓഫ് ദ കോക്കനട്ട്. ക്ലിങ്ങിങ് എന്ന് പറഞ്ഞാൽ എന്താ? തൂങ്ങിക്കിടക്കുക. ഔട്ടർ കവറിങ് ഓഫ് ദ ടെൻഡർ കോക്കനട്ട്, ഇളനീരിൻ്റെ ഔട്ടർ കവറിങ്ങിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? അത് തൂങ്ങിക്കിടക്കും. നോണ്ട് ഇൻ ടു ദം ആൻഡ് ഫ്രം ദ സോഫ്റ്റസ്റ്റ് സൈഡ് ഓഫ് ദ ടോപ്പ്. അത് കാർന്ന് തിന്നും. എന്ത്? സോഫ്റ്റസ്റ്റ് ആയിട്ട്. അതിൻ്റെ മുകളിൽ അറിയാമല്ലേ നമുക്ക് സോഫ്റ്റ് ആവുന്നത്. ടെൻഡർ ഇളനീരിൻ്റെ മുകൾ ഭാഗം സോഫ്റ്റ് ആവില്ലേ, അവിടെ കാർന്നിട്ട് they had cut through the kernel within. They sucked sweet nourishing water stored
ഇൻസൈഡ്. അതെന്ത് ചെയ്യും, അത് മുകൾ ഭാഗം കാർന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ എന്ത് ചെയ്യും, കുടിച്ചിട്ട് പോവും. ദ ഫ്ലൂ അവേ സാറ്റിസ്ഫൈഡ്. അതിൻ്റെ മുകളിൽ തൂങ്ങി നിന്നിട്ട് അതിൻ്റെ മെല്ലെ കാർന്ന് തിന്നിട്ട് എന്ത് ചെയ്യും, വെള്ളം കുടിച്ചിട്ട് അവർ പോവും. അങ്ങനെയാണ് ബാറ്റ്സുകൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രോയ് ഹിസ് കോക്കനട്ടുകളെയൊക്കെ നശിപ്പിക്കുന്നത്. ലെറ്റ്സ് ബൈ എ ഗൺ സെഡ് മൈ വൈഫ്. വി ക്യാൻ ഷൂട്ട് ദ ബാറ്റ്സ്, ദ ഫോക്സസ് ആൻഡ് ദ പോൾകാറ്റ്സ് വിത്ത് ഇറ്റ്. ലെറ്റ്സ് ബൈ എ ഗൺ ഹിസ് വൈഫ് സെഡ്. വൈഫ് പറഞ്ഞു എന്ത്, നമുക്കൊരു ഗണ്ണ് മേടിക്കാം. വി ക്യാൻ ഷൂട്ട് ബാറ്റ്സ്, നമുക്ക് ബാറ്റ്സുകളെ തന്നെ കൊല്ലാം. ഫോക്സസ് ആൻഡ് പോൾകാറ്റ്സ് എന്ന് പറഞ്ഞാൽ വെരിക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ജീവികളെയൊക്കെ കൊന്നു കളയാമെന്ന് ഓദറിൻ്റെ വൈഫ് അഭിപ്രായപ്പെട്ടു. ഓദറിൻ്റെ വൈഫിൻ്റെ ഐഡിയ എന്താണ്, ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മുടെ സാധനങ്ങൾ ഡിസ്ട്രോയ് ചെയ്യണവരൊക്കെ കൊല്ലുക എന്നാണ്. പക്ഷേ ഓദറിൻ്റെ ഐഡിയ എന്താണ്, ന്യൂ വേ ഓഫ് ലിവിങ് ആണ്. പുതിയൊരു രീതിയിലാണ്, എങ്ങനെ, വിത്തൗട്ട് കില്ലിങ് എനി ക്രീച്ചേഴ്സ്, ആരെയും കൊല്ലാതെ ജീവിക്കണം എന്നാണ് ഓദറിൻ്റെ. നോട്ട് മീ, ഐ സെഡ്, ഗൺ ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെൻറ്റഡ്. നോട്ട് മീ, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. ഗൺ ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെൻറ്റഡ്, ഗണ്ണ് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ചിന്തിക്കാനും പറഞ്ഞു. അങ്ങനെ ഗൺ ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെൻറ്റഡ്, ഗണ്ണ് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഓദർ പറഞ്ഞത്. കാരണം ഓദറിന് ഇഷ്ടമല്ല കൊല്ലാനത്, അതുകൊണ്ട് ഇങ്ങനൊരു പറഞ്ഞു. ബട്ട് അലാസ്, എ ഫ്യൂ ഡേയ്സ് ലേറ്റർ മൈ വൈഫ്സ് കസിൻ ടേൺഡ് അപ്പ് with a grim-looking gun. He said, nearly 3,000 coconuts are destroying every day. But alas, a few days later, my cousins turned up with a grim-looking gun. His cousin arrived there with a grim-looking gun. വൈഫിൻ്റെ കസിൻ അവിടെ എത്തിയെന്തോ ഒരു ഗ്രിം ലുക്കിംഗ് ഗൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലേ, പെട്ടെന്ന് ഇതാവണത് കണ്ടെത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ഗണ്ണും കൂടി കൊണ്ടുവന്നു. He said nearly 3,000 coconuts are destroying every day. Every day 3,000 coconuts are destroying. ഓരോ ദിവസവും 3,000 കോക്കനട്ടാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. The bats are the pests. ബാറ്റ്സ് ആണ് അത് ഉപദ്രവകാരി. But there is no point in shooting bats down at this spot. On a little islet nearby stands an old temple. Next to it grow a pair of banyan trees. You can see at least 3,000 bats hanging on the twigs of the banyan tree. I am going to kill them all. There is no point in shooting bats down at this spot. There is no point shooting bats down at this spot. ഇവിടെ വെച്ചിട്ട് ബാറ്റ്സിനെ കൊല്ലാൻ പറ്റില്ല. On a little islet nearby. ഐലൻഡ്, ഒരു ചെറിയ ദ്വീപുണ്ട് അവിടെ. സ്റ്റാൻഡ് ഓൺ എൻ ഓൾഡ് ടെമ്പിളിൻ്റെ അടുത്ത്. നെക്സ്റ്റ് ടു ഇറ്റ് ഗ്രോ എ പെയർ ഓഫ് ബാനിയൻ ട്രീ. അതിൻ്റെ അടുത്ത് എന്തുണ്ട്, എ പെയർ ഓഫ് ബാനിയൻ ട്രീ, ആൽമരം ഉണ്ട്. You can see at least 3,000 bats hanging twigs of banyan trees. ആ ബനിയൻ ട്രീസിൻ്റെ മുകളിൽ പെയർ ഓഫ് ബനിയൻ ട്രീ, പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് ബനിയൻ ട്രീ ഉണ്ട്. ആ ബനിയൻ ട്രീയുടെ അടുത്ത് എന്തുണ്ട്, കുറേ എന്തുണ്ട്, ബാറ്റ്സ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ്. ഐ ആം ഗോയിങ് ടു കിൽ ദം ഓൾ, ഞാൻ അതിനെല്ലാം കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഐ പ്രേഡ് ഫെർവൻ്റ്ലി, ഓ ബാറ്റ്സ് സേവ് യുവർ ലൈഫ്. ഐ പ്രേഡ് ഫെർവൻ്റ്ലി, വളരെ തീവ്രമായിട്ട് പ്രാർത്ഥിച്ചു. ഓ ബാറ്റ്സ് സേവ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെ രക്ഷിച്ചോളൂ. കാരണം എന്താണ്, ഹിസ് വൈഫ് ആൻഡ് കസിൻ ആർ ഗോയിങ് ടു കിൽ ദ ഓൾ ബാറ്റ്സ്. അവർ പോവാൻ റെഡി ആയിരിക്കുകയാണ് ബാറ്റ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഓദർ പ്രാർത്ഥിച്ചു. നമുക്ക് ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാം. All of you take page number 82 and 83. Read this part silently.
Finish. All of you read this part again, underline difficult words, write the difficult words in your notebook. 10 side questions are here, so find out the answers of side question. 5 side questions are we already wrote in your notebook. Remaining 5 side questions are here, so all of you find out the answers of these side questions also. Write and study side questions and new words. ഓക്കെ, സൈഡ് ക്വസ്റ്റ്യൻസ് 5 എണ്ണം കൂടി ഈ പാർട്ടിലുണ്ട്, അത് എഴുതണം, ന്യൂ വേർഡ്സും എഴുതണം, അത് പഠിക്കും വേണം. ഓക്കെ, താങ്ക് യു.